പ്രശാന്തേട്ടാ, എരുമേലിയിൽ ഒരു ഭയങ്കര ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഒരു സ്വകാര്യ ബാങ്കിൻ്റെ ജപ്തി നടപടി ഒരു പട്ടികജാതി കുടുംബത്തെ പെരുവഴിയിലാക്കിയിരിക്കുകയാണ്. എവിടെ പോകണമെന്നറിയാതെ അവരതേ സ്ഥലത്ത് തന്നെ കഴിയുകയാണ്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെയും ഭാര്യയും 3 മക്കളെയും അക്ഷരാർത്ഥത്തിൽ ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഒരു ചെറിയ തുക ലോൺ എടുത്തിട്ട്, അവരെ സംബന്ധിച്ചത് വലിയ തുകയാണ്. ആ തുക ലോൺ എടുത്തിട്ട് ആ ലോൺ കൃത്യമായിട്ട് തിരിച്ചടച്ചുകൊണ്ടിരുന്നു. പക്ഷേ കോവിഡ് വന്നപ്പോൾ മുടങ്ങി. 54 മാസം മുടങ്ങി എന്ന്, പിന്നെ അത് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ആ 54 മാസം മുടങ്ങി എന്ന് പറഞ്ഞാണ് ബാങ്ക് സർഫാസി ആക്ട് പ്രകാരം കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങി ഈ വസ്തു ജപ്തി ചെയ്തത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. എരുമേലിയിൽ അടുക്കള കോളനിയിലെ രാജേഷിൻ്റെ വീട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇത് പത്തനംതിട്ടയിലെ മഹീന്ദ്ര ഫിനാൻസാണ് ഈ ജപ്തി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ രാജേഷ് അടുക്കള കോളനിയിൽ കൂലിപ്പണിക്കാരനായ കുളകുറ്റിയിൽ രാജേഷ് ആണ് 3 സെൻറ്റ് വസ്തു പണയപ്പെടുത്തി 2.5 ലക്ഷം രൂപ ലോൺ എടുത്തത്. അതിൽ രാജേഷ് ഇതുവരെ 2,55,000 രൂപ അടച്ചിട്ടുണ്ട്. പക്ഷേ ഈ കോവിഡ് വന്നതോടുകൂടി അത് മുടങ്ങി. ഇതാണ് ജപ്തിക്ക് കാരണം. രാജേഷിനും ഭാര്യയ്ക്കും 3 മക്കളാണ്. അതിൽ ഒരു കുട്ടി സ്പെഷ്യൽ ഏബിൾഡാണ്, എന്ന് വെച്ചാൽ ഭിന്നശേഷി ഉള്ള കുട്ടിയാണെന്നർത്ഥം. അത് മൂത്തത് മകനാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തത് പെൺകുട്ടികളാണ് 2 പേര്. ഒരാൾ വളരെ ചെറിയ കുട്ടിയാണ്. അത് കുട്ടി ആയിരിക്കണം ഈ സ്പെഷ്യൽ ഏബിൾഡ് എന്ന് പറയുന്നത്. എന്തായാലും അവർ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ, ആ യൂണിഫോമോടുകൂടി തിരിച്ചു വന്നപ്പോൾ കാണുന്നത് വീട് പൂട്ടി സീല് ചെയ്തിരിക്കുകയാണ്. വസ്ത്രമൊന്ന് മാറാനോ അകത്ത് കയറി ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാനോ സാധിക്കാത്ത അവസ്ഥ. രാജേഷും മക്കളും ഭാര്യയും കൂടി ആ വീട്ടുമുറ്റത്ത് പെരുമഴയത്ത് ഇന്നലെ രാത്രി കഴിയേണ്ടി വന്നു. എങ്ങോട്ട് പോകണമെന്നറിഞ്ഞൂടാ, എന്ത് ചെയ്യണമെന്നറിഞ്ഞൂടാ, വലിയ ദുരിതത്തിൽ. എത്രയാണ് ഇവരുടെ ഈ ജപ്തി തുക? ജപ്തി തുക ഇപ്പോൾ വലിയ തുകയാണ്. പക്ഷെ അതവർ അദാലത്തിൽ വെച്ചിട്ട് ഉടനടി 1,30,000 രൂപയോ 35,000 രൂപയോ അടയ്ക്കാൻ പറഞ്ഞു. ഇത് 2016 രാജേഷ് ഈ ലോൺ എടുക്കുന്നത്. 2016 തൊട്ട് 4 വർഷം കോവിഡ് വരുന്നത് വരെ 2020 കോവിഡ് വരുന്നത്. അതുവരെ കൃത്യമായിട്ട് പണം അടച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ എന്താ പറയുക രാജേഷിൻ്റെ ലോൺ. കോവിഡ് വന്നപ്പോഴാണ് ഇതിന് പ്രശ്നം പറ്റിയത്. കാരണം ആർക്കും ജോലിയില്ല. രാജേഷ് കൂലിപ്പണിക്കാരനാണ്, രാജേഷിന് പണിയില്ല. അവിടം തൊട്ട് ഇത് കുടിശ്ശികയായി ആകെ പ്രശ്നമായി. പിന്നെ രാജേഷിന് ജോലിക്കുമൊക്കെ ബുദ്ധിമുട്ട് വന്ന് ഈ അധ്വാനിച്ച് പണം കണ്ടെത്തി ലോൺ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. ഇപ്പോൾ ഈ 54 തവണ മുടങ്ങിയത് കൊണ്ടാണ് ബാങ്ക് അദാലത്തിൽ വെച്ചത്. അദാലത്തിൽ വെച്ചപ്പോൾ ഒറ്റ തവണ തീർപ്പാക്കാൻ 1,30,000 രൂപ അടയ്ക്കാൻ നിർദ്ദേശിച്ചു. ഇദ്ദേഹം മൊത്തത്തിൽ എടുത്ത വായ്പ എന്ന് പറയുന്നത് 3 ലക്ഷം രൂപ ഇല്ല, 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപ. അപ്പോൾ ഈ 1,30,000 അടയ്ക്കാൻ പറഞ്ഞു, 1,30,000 രൂപ. അന്ന് രാജേഷിന് 1 ലക്ഷം രൂപ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. അതുമായിട്ട് അയാൾ ബാങ്കിൽ ചെന്നു. ഇത് സ്വീകരിക്കണം, ബാക്കി ഞാൻ ഉടനെ കൊണ്ട് തരാം എന്നെല്ലാം പറഞ്ഞു, ഇത് ക്ലോസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ബാങ്കുകാർ സമ്മതിച്ചില്ല. അവർ കോട്ടയം CJM കോടതിയിൽ നിന്ന് സർഫാസി ആക്ട് ഉപയോഗിച്ച് ഇത് ജപ്തി ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചു. ഈ സർഫാസി ആക്ട് വളരെ ദാരുണമായ അതിക്രൂരമായ ഒരു ആക്റ്റാണെന്ന് പറയേണ്ടി വരുന്നു. കാരണം ഇത് ഹൈക്കോടതിയിൽ മാത്രമേ ഇതിൻ്റെ സ്റ്റേ പോകാൻ സാധിക്കുകയുള്ളൂ. കീഴ്ക്കോടതികളിൽ നിന്നൊന്നും സ്റ്റേ കിട്ടില്ല. ഇത് ഈ വലിയ കടമെടുത്ത് മുങ്ങുന്ന ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് 10-25 കൊല്ലം മുമ്പേ കൊണ്ടുവന്നൊരു നിയമമാണ്, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമമാണ്. പക്ഷെ അത് പാവപ്പെട്ടവൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കുന്ന, കഴുത്തിന് പിടിച്ച് ഞെരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ നിയമം മാറിയിരിക്കുകയാണ്. ഈ വീട് വിട്ടിറങ്ങിയ രാജേഷും ഭാര്യയും കുട്ടികളും എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ. എരുമേലി പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വന്നു, ബാങ്കുകാരുമായിട്ട് സംസാരിച്ചു. പക്ഷേ ബാങ്കുകാർ നിസ്സഹായരാണ്. അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശമാണ്, സർഫാസി ആക്ട് അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ നിരപരാധികളാണ് എന്ന് പറഞ്ഞു. അവർക്ക് കുറച്ച് സാവകാശം കൊടുക്കാൻ ഇവർ പറഞ്ഞു. ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റ് ജനപ്രതിനിധികളും ഒക്കെ പറഞ്ഞു, വാർഡ് മെമ്പറും ഒക്കെ പറഞ്ഞു. ഇവിടെ കൃത്യമായിട്ട് സർക്കാരിൻ്റെ വീഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ജനങ്ങളുടെ അടിസ്ഥാന വർഗത്തിൻ്റെ കൂടെ നിലയുറപ്പിക്കുന്ന ഒരു സർക്കാരാണെന്നാണല്ലോ ഇടതുപക്ഷം അവരെക്കുറിച്ച് സ്വയം പറഞ്ഞ് നടക്കുന്നത്.
അവർ ഈ കാര്യം കാണാതെ ഒരു രാത്രി മുഴുവൻ ഒരു കുടുംബത്തിന് അവിടെ കിടക്കേണ്ടി വന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഭരണകൂടത്തിന്റെ വീഴ്ചയായിട്ട് തന്നെ തീർച്ചയായിട്ടും അതിലേക്ക് ഞാൻ വരാം. ജപ്തി തീർച്ചയായിട്ടും ബാങ്ക് അവരുടെ നടപടികൾ അവർ സ്വീകരിക്കും. പക്ഷേ ഇവരെവിടെ താമസിക്കും? ഇവർക്കൊരു പുനരധിവാസം ഒരുക്കേണ്ടതായിരുന്നു. രാജേഷിൻ്റെ കാര്യത്തിൽ ഉള്ളതുപോലെ തന്നെ ഞാൻ അതിലേക്ക് വരാം. അതിനേക്കാൾ ഭീകരമായ അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ലൈഫ് മിഷനിൽ പെടുത്തി വീട് വെക്കാൻ. അപ്പോൾ വീടിന് അവരാദ്യം ഒരു തുക അനുവദിക്കും. ആ തുക കൊണ്ട് എങ്ങും എത്തില്ല, അതിൻ്റെ അടിസ്ഥാനം കെട്ടാൻ പോലും പറ്റില്ല. അങ്ങനെ ഇവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അടിസ്ഥാനം കെട്ടി മുന്നോട്ട് വരുമ്പോൾ അവർ പറയും അടുത്ത നിങ്ങൾ ഇത്ര ഭാഗം പൂർത്തിയാക്കും, ഞങ്ങൾ ഈ ബാക്കി പണം അനുവദിക്കാം. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് പണം അനുവദിക്കുന്നത്. ഈ പാവങ്ങൾ എന്ത് ചെയ്യും? പോയി ലോൺ എടുക്കും. ലോൺ എടുത്ത് വീട് വയ്ക്കും. ഈ 2 മുറിയും ഒരു അടുക്കളയും, ഒരു മുറിയും ഒരു അടുക്കളയും ഒരു ബാത്റൂമേ കാണുള്ളൂ. പക്ഷേ ഇതിന് അവർ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ്. ഇവർ പോയി സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് കൂടിയ പലിശയ്ക്ക് ലോൺ എടുത്ത് ഈ വീട് പണി പൂർത്തിയാക്കും. പക്ഷെ സമയത്തിന് ലൈഫ് മിഷൻ്റെ പണം കിട്ടില്ല. ഈ ലോൺ ഇവർക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ അതിഭീകരമായ പ്രശ്നം വളരെ പാവപ്പെട്ട, പ്രത്യേകിച്ചും പട്ടികജാതിക്കാരുടെ ഇടയിൽ, പട്ടികവർഗക്കാരുടെ ഇടയിൽ നമ്മുടെ നാട്ടിൽ നടന്നു വരികയാണ്. ഇത് സർക്കാർ ഇതിന് ഉത്തരവാദികളാണ്, വകുപ്പ് ഇതിന് ഉത്തരവാദികളാണ്, അധികൃതർ ഇതിന് ഉത്തരവാദികളാണ്, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് തന്നെ ഇതിന് ഉത്തരവാദികളാണ്. നോക്കൂ, ഈ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ഈ പട്ടികജാതി എന്നുള്ള ആ ഒരു സംവിധാനത്തിൽ പെടുത്തി തന്നെ അയാൾക്ക് പലിശ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കൊടുക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ശരിയാം വണ്ണം നേരെ ചൊവ്വേ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ രാജേഷ് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഈ വീട് പണി പൂർത്തിയാക്കാനോ എന്തിനെങ്കിലും ആയിരിക്കും ഈ ലോൺ എടുത്തത്. പക്ഷേ ആ ലോൺ, ഇത് പട്ടികജാതിക്കാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളുള്ള നാടാണ് നമ്മുടേത്. തൊഴിലിന് മാത്രമല്ല സംവരണം, വിദ്യാഭ്യാസത്തിന് മാത്രമല്ല സംവരണം, അവർക്ക് ലോണിന് പലിശ കുറവാണ്, വായ്പ എടുക്കാം. അതൊന്നും ഉപയോഗപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ആ കുടുംബം പോയിരിക്കുന്നെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് എന്ന ചോദ്യം ഗൗതം നേരത്തെ ചോദിച്ചതുപോലെ ഭരണകൂടം അതിന് മറുപടി പറയും. ഇവിടെ അദ്ദേഹം എടുത്ത വായ്പ എന്ന് പറയുന്നത് 10 കോടിയോ 100 കോടിയോ അല്ല. ആ വായ്പകൾ, അത്രയും വലിയ വായ്പകൾ എടുത്തിട്ട് ഇന്ത്യ വിട്ട് പുറം രാജ്യത്ത് താമസിക്കുന്ന വലിയ മൾട്ടി ബില്യണിയർ കോർപ്പറേറ്റുകളൊക്കെ ഉള്ളൊരു നാടാണിത്. അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് നമ്മളെ നാട്ടിൽ വെറും 3 ലക്ഷം രൂപ വായ്പ 2.5 ലക്ഷം രൂപ വായ്പ എടുത്തതിൻ്റെ പേരിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിന് 3 കുഞ്ഞുങ്ങളാണ് ആ കുടുംബത്തിൽ ജീവിക്കുന്നത്. ഒരു ആൺകുട്ടിയും 2 പെൺകുട്ടികളും. ഒരു കുട്ടി 8ാം ക്ലാസ്സിലും ഒരു കുട്ടി 2ാം ക്ലാസ്സിലും. അപ്പൊ അത്രയും അവരുടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പഠനമല്ലേ മുടങ്ങുന്നത്? അവര് യൂണിഫോമിലാണ് ആ വീട്ടിൽ ആ രാത്രി മുഴുവൻ കഴിഞ്ഞത്. ആ മഴയത്ത് മാറി ഉടുക്കാൻ തുണി പോലും അവർക്ക് തുണി മാറാനുള്ള സൗകര്യം പോലും ഇല്ലാത്തൊരു സാഹചര്യം. ഇത് വളരെ ദാരുണമാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപകടമാണ്. നമ്മുടെ നാട്ടിലെമ്പാടും ഇത്തരം ബാങ്ക് ജപ്തികൾ ധാരാളം നടക്കുന്നുണ്ട്. ഈ കർഷക ആത്മഹത്യയൊക്കെ സംഭവിക്കുന്നതിന് വലിയൊരളവ് വരെ സർക്കാരിൻ്റെ ഈ പിടിപ്പുകേട്, സമയത്തിന് നെല്ല് സംഭരിച്ചാൽ സമയത്തിന് പണം കൊടുക്കില്ല, പിന്നെ ബാങ്കിൽ നിന്ന് അവർക്ക് പണം അനുവദിക്കുന്ന പണം ബാങ്കിൽ ചെന്ന് അവരൊരു ലോണായിട്ടാണ് എടുക്കുന്നത്, അതിൻ്റെ പലിശ സർക്കാരാണ് അടയ്ക്കുന്നതെന്ന് പറയും. പക്ഷേ സർക്കാർ സമയത്തിന് അടയ്ക്കില്ല, അത് കുടിശ്ശികയായി ഇവരുടെ സിബിൽ സ്കോറിനെ ബാധിക്കും, ഇവർക്ക് വേറെ ലോൺ എടുക്കാൻ പറ്റില്ല. ഒരുപാട് നൂലാമാലകളും ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളും കുരുക്കുകളും ഉണ്ടാക്കി വെച്ച് ഈ നാട്ടിൽ പാവപ്പെട്ടവനെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ സർക്കാരുകൾ. ഇത് മാധ്യമങ്ങളുടെയോ സാധാരണ ജനങ്ങളുടെയോ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടുന്നില്ല. ഒരു ആത്മഹത്യ നടക്കുന്നു, നമ്മളവിടെ ചെല്ലുന്നു, അയ്യോ വലിയ ബഹളമൊക്കെ ആയി, വാർത്തയായി. ഒരു ദിവസത്തെ ആയുസേ ആ വാർത്തയ്ക്കുള്ളൂ, നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ആഴത്തിൽ കടന്നു ചെന്ന് മാധ്യമങ്ങളടക്കം ഇത് പരിശോധിച്ച് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി സർക്കാരിന് പുറത്ത് വലിയ സമ്മർദ്ദം ചെലുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഈ പട്ടികജാതി കുടുംബം പെരുവഴിയിലായതിന് നമ്മളെല്ലാവരും ഉത്തരവാദികളാണ്, ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ. സർക്കാരിന് ഇതിൽ നിന്ന് ഒളിച്ചോടാനാകില്ല. തീർച്ചയായിട്ടും രാജേഷിനും കുടുംബത്തിനും നീതി കൊടുക്കണം. രാജേഷിനും കുടുംബത്തിനും മാത്രമല്ല, ഈ നാട്ടിലെ നിരവധി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഇത്തരം കോളനികളിൽ താമസിക്കുന്ന പാവപ്പെട്ട ആൾക്കാരുണ്ട്, കൂലിപ്പണിക്കാരാണ്, അന്നന്നത്തെ അന്നം സമ്പാദിച്ച് ജീവിക്കുന്നവരാണ്. ഒരു രോഗം വന്നാൽ നേരെ ചൊവ്വെ ചികിത്സിക്കാൻ പോലും പണമില്ലാത്തവരാണ്. ഇത് സർക്കാരിൻ്റെ കണ്ണ് തുറക്കണം. ലൈഫ് മിഷൻ പദ്ധതി
കാര്യക്ഷമമായി ഒരു കേടുമില്ലാതെ ഏറ്റവും താഴെത്തട്ടിൽ ഏറ്റവും പാവപ്പെട്ടവന് അനുകൂലമായ രീതിയിൽ അവന് ഗുണമുണ്ടാകുന്ന രീതിയിൽ ഈ ലൈഫ് മിഷൻ പദ്ധതി നടപ്പാക്കണം. ദയവായി സർക്കാർ ഈ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റെന്തെങ്കിലും ഈ കാര്യത്തിൽ വിശദീകരിക്കാനുണ്ടോ? പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നിരവധി ലോണുകൾ എഴുതി തള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പല പ്രൈവറ്റ് കമ്പനികളുടെ അടക്കം ലോണുകൾ എഴുതി തള്ളി ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള. ഈ ലോൺ എഴുതി തള്ളുന്നതിന്റെ ഇത് വേറൊന്നാണ്, അത് ഇങ്ങനെയല്ല. അത് ആ ലോണ് വാസ്തവത്തിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. വെറും തുച്ഛമായ 3 ലക്ഷം 2.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് വഴിയാധാരമായിട്ട് കിടക്കേണ്ടി വരുന്നത് പറയുന്നത് വളരെ സങ്കടമുണർത്തുന്ന ഒരു കാഴ്ചയാണ്. സർക്കാർ ഉടനടി ഇതിന് വേണ്ടിയിട്ടുള്ള പരിഹാരം കണ്ടെത്തുക. അദ്ദേഹത്തിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കുക. മറ്റാരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനെ ഈ ഒരു വ്യക്തിയെ സഹായിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കുക എന്നാണ് നമുക്കിതിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും.